സിനിമയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഓൾമോസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കുറച്ച് കഴിഞ്ഞ് കാണാം. സർപ്രൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, നമ്മുടെ ഭദ്രദീപം തെളിക്കാൻ എത്തിയ സാധാരണക്കാരനെ സിനിമ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സംവിധായകൻ എന്ന് ഞാൻ പറയും. കാരണം താരങ്ങള് വിണ്ണിൽ നിന്നും മണ്ണിൽ കാലുകുത്തി നിൽക്കണമെന്ന് തുറന്നു പറഞ്ഞ് മലയാള സിനിമയെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സംവിധായകൻ എന്ന് ധൈര്യസമേതം പറയാൻ പറ്റും വിനയ് സാറിനെ പറ്റി. വിനയ് സാറ് എന്താ പറയുക, ഒരുപാട് പേരുടെ ദ്രോണാചാര്യരാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം ഞങ്ങളുടെ ബാലു അടക്കം, ഡയറക്ടർ ബാലു അടക്കം, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല ബാലു, എന്നാലും അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് ബാലു സാറിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ പടം തുടങ്ങണം. പ്രത്യേകിച്ചും നമ്മുടെ ജോണർ. കാരണം എന്താ പറയുക, ചിരിച്ചുകൊണ്ട് പേടിപ്പിച്ചിട്ടുള്ള സംവിധായകനാണ്. മലയാളത്തിന് ആ ഒരു ജോണർ പരിചയപ്പെടുത്തിയ ആളാണ് അല്ലെ. ആകാശഗംഗയൊക്കെ നമുക്കറിയാം, ചിരിച്ചുകൊണ്ട് പേടിപ്പിക്കുന്ന, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ജോണറാണ്. അപ്പൊ അത്തരത്തില് ഹൊറർ ജോണറുകളുടെ രാജാവ് എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം വേദിയിലേക്ക് എത്തിയതിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് സർ ഭദ്രദീപം തെളിയിക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി തെക്കിനി ഇവിടെ തുടങ്ങുകയാണ്. നമുക്കൊരു ബിബിൻ ചേട്ടൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്. നമ്മുടെ മൂവിയുടെ ഡയറക്ടർ ബാലചേട്ടനാണ് അടുത്തതായിട്ട് ദീപം തെളിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ തഗ് എന്ന ചിത്രത്തിന് ശേഷം ആരംഭിക്കുന്ന ചിത്രമാണ് തെക്കിനി. അതിവിടെ തുടക്കം കുറിക്കുകയാണ് വളരെയധികം ഐശ്വര്യപൂർവ്വമോടെ. അച്ഛൻ, അമ്മ, അമ്മമ്മ ഒരുമിച്ച് ദീപം തെളിയിക്കുക. ഒരു ഒന്ന് കാണാനുള്ള സ്പേസ്, ഒന്ന് മീഡിയ ഒന്ന് രണ്ട് സൈഡിലേക്കായി നിൽക്കാമോ പ്ലീസ്? സ്ക്രിപ്റ്റ് കൈമാറുകയാണ് ഡയറക്ടർ ബാലുവിന്. ബിബിൻ ചേട്ടൻ സ്ക്രിപ്റ്റ് കൈമാറി. എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ബിബിൻ ചേട്ടൻ ഒരു ആശംസ പറയാനുണ്ടോ? ഞാനിന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അമ്പലപ്പുഴക്കാരനായ എൻ്റെ ഒരു കുഞ്ഞജൻ മലയാള സിനിമയിലേക്ക് വരുന്നു. അത് എന്നെ വിളിച്ചപ്പോൾ ബാലു പറഞ്ഞത് സാറിൻ്റെ ആകാശഗംഗയും വെള്ളി നക്ഷത്രമൊക്കെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. അതുകൊണ്ട് സാർ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഇന്നെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചാണ്, പറ്റില്ല. അപ്പോൾ എനിക്ക് ഇന്ന് ക്ഷേത്രത്തിലൊരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എല്ലാം നന്നായിട്ട് അവിടെ ഞാൻ ബാലുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിബിനെ കണ്ടുള്ള വലിയ സന്തോഷം. അത്
ബാലു ഇങ്ങനെ പടത്തിൻ്റെ പേര് തെക്കിനി, ഒരു ഹൊററാണ്. സാറിൻ്റെ ഹൊറർ പടങ്ങളാണ് എന്നെ ഈ ഒരു ആഗ്രഹത്തിലൂടെ എത്തിച്ചതെന്ന് പറഞ്ഞത്. ഇത് ആകാശഗംഗയെ പറ്റിയാണ് പറഞ്ഞത്. ആകാശഗംഗ അന്ന് വലിയ ഹിറ്റായിട്ടോടിയ പടമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ചേഞ്ച് ആയിരുന്നത്. കാരണം ആകാശഗംഗ അന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആളില്ലാഞ്ഞിട്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ എന്നുള്ള ഒരു സാഹചര്യമല്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. വീട് വെക്കാൻ ലോൺ അനുവദിച്ചിട്ടുണ്ടായിരുന്ന ലോണ് വൈഫ് അറിയാതെ വൈഫിൻ്റെ കൂടെ ഒപ്പിട്ടിട്ട് 40 ലക്ഷം രൂപ എടുത്ത് ആ മാനേജർ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. കാരണം അന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ വീട് വെക്കാനുള്ള ലോണൊക്കെ അല്ലേ, ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ ആഗ്രഹങ്ങൾ രൂപ പറഞ്ഞ് ഞാൻ തന്നായിരുന്നു. സസ്പെൻഷൻ വന്നാലും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഒരുമിച്ച് കാശ് തന്നു. ഒരു വാശിയായിരുന്നു. വെള്ള സാരി കൊടുത്ത് രക്ഷി ഒരിക്കലും അവന് ഏക്കത്തില്ല. അതൊക്കെ പഴയ സംഭവമാണെന്ന് പലരും പറഞ്ഞപ്പോൾ എനിക്കതിനെന്തിന് ഭയങ്കര വാശി കൂടി യക്ഷിയെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനകത്ത് ഈ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മമ്മൂട്ടി, മോഹൻലാലും, ജയറാമും, ദിലീപും ഒക്കെ ആയിരുന്നു. അവരാരും അതിനകത്തില്ല. പുതിയ പയ്യനായിരുന്നു ദിവ്യ ഉണ്ണിയെ ഞാൻ തന്നെ അന്ന് കല്യാണ സൗന്ദര്യത്തിൽ കൊണ്ടുവന്നിട്ട് ദിവ്യയുടെ 2ാമത്തെ പടം. മയൂരി പുതിയതായിരുന്നു. പിന്നെ മലയാളത്തിൻ്റെ കോമഡി സാമ്രാട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ, ജഗദീഷ്, ജഗദീഷ്, കൊച്ചനിഫ, മുകേഷ്, അങ്ങനെയുള്ള ഗ്രൂപ്പെല്ലാം ഉണ്ടായിരുന്നു. അത് അപ്പോൾ ആ പടം 150 ദിവസം ഓടി. ഞാൻ 65 ലക്ഷം രൂപ ചിലവായ പടം വന്ന് 4 കോടി രൂപ കളക്ട് ചെയ്തു. എൻ്റെ ഞാനൊരു കൊച്ചു വീട് പ്ലാൻ ചെയ്ത് ഞാൻ ഇപ്പം എൻ്റെ വലിയ വീട് അങ്ങനെ ഉണ്ടായി. അപ്പം ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഫലം കിട്ടത്തുള്ളൂ. ആ റിസ്ക് എടുത്ത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ആകാശഗംഗ ഹൊറർ ഭയങ്കര യക്ഷിനെ ഭയങ്കരമായിട്ട് സഹായിച്ചതാണ് യക്ഷി. ആ യക്ഷി എന്ന് പറയുന്നതിനകത്തൊരു ആ കഥയ്ക്കുമുണ്ട്. എൻ്റെ കുടുംബത്തിലെ പുതുക്കരിയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൊച്ചിനാവിലെ യക്ഷി പോയുകൊണ്ട് ഞാൻ അമ്പലപ്പേട്ടി പിന്നെ എൻ്റെ സിസ്റ്ററോട് താമസാക്കി. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഞങ്ങളുടെ കുടുംബത്തെ കോഴിക്കുളത്ത് കാവിലെ അവിടുത്തെ കന്യാകുമാരിയിൽ നിന്ന ഏഴിലമ്പാലയിൽ ഒരു പ്രതികാര ദുർഗയായ സുന്ദരിയായ പ്രണയാർദ്രയായ യക്ഷിയുണ്ടെന്നും അവൾ നമ്മുടെ കുടുംബത്തിലെ ഒരു ദാസ്യപ്പെണ്ണായിരുന്നു. അവളെ പണ്ട് കുടുംബത്തിലെ നായർ പ്രമാണി പയ്യൻ പ്രേമിച്ചതിൻ്റെ പേരിൽ അവനെ ജീവനോടെ വെച്ച് കൊന്നതാണ് 250-300 വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറഞ്ഞ് അമ്മ പറഞ്ഞൊരു കഥയായിരുന്നു അത്. അമ്മ കുഞ്ഞുനാളിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ വന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു. സിനിമ കുറേ പടമൊക്കെ ചെയ്തിട്ട് 12-13ാമത്തെ പടം കണ്ടാണ് ഈ പടം. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞ കഥ ഓർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആ കഥ വെച്ചുണ്ടാക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നി ഹൊറർ കോമഡി എന്നില്ല ഇവിടെ. മണിച്ചിത്രത്താഴാണെന്ന് ഏറ്റവും ഭയങ്കര ഓടിയ പടം. പക്ഷെ അതിനകത്ത് വേറെ സൈക്കോളജിക്കൽ സംഭവമായിരുന്നു. പിന്നെ അത് മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവരെല്ലാവരുമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഞാനെല്ലാവരും പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത്. അങ്ങനെ കഥയുണ്ടാക്കി. അതിനകത്ത് ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ കാവിലെ ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിരുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും തുള്ളലുണ്ട്. തുള്ളു ദേഹത്ത് കയറി അതുപോലെ വലിയച്ഛൻ ചെറിയച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളു. അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര ഭക്തി നിർഭരമായിട്ട് ചിലപ്പോൾ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നിട്ട് ചോദിക്കും, മോൻ നന്നായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ. മനസ്സിലായി. അങ്ങനെയൊക്കെയുള്ള ഈ തുള്ളലും അന്നൊക്കെ ഞാനതിനെ വിമർശിച്ചാൽ കണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ഒരു കൊച്ചുനാളിൽ എൻ്റെ വിവാഹം വരെ ഈശ്വരഭക്തനല്ലായിരുന്നു സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ആ തുള്ളലൊക്കെ കോമഡി ആയിട്ട് എടുത്ത് ആ കോമഡിയാണ് അവിടെ ഭയങ്കരമായിട്ട് ഏറ്റത്. കൽപ്പനയുടെ ക്യാരക്ടറൊക്കെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അന്നത്തെ കാലത്ത് 2000-ലൊക്കെ 3-4 കോടി രൂപ കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അങ്ങനെ കാശ് കിട്ടി കഴിഞ്ഞപ്പം വീടൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അമ്മ പറയുന്നതായിട്ട് തോന്നിയാണ്, നീ ഞാൻ നമ്മുടെ അവിടുത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് നീ ആ അടൂരവിദേശിനെയൊക്കെ വെറും കോമാളികളാക്കിയില്ലേ, ചിരിക്കുകയല്ലേ ആൾക്കാരെ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ എന്തോ എൻ്റെ അടുത്ത് എന്നോട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. അമ്മയുടെ സ്വപ്നം കാണുന്നു. അമ്മ പറയുന്നു
എന്നൊക്കെ മനുഷ്യൻ്റെ തോന്നലല്ലേ മനസ്സിൻ്റെ. അങ്ങനെയാണ് ഞാൻ ഈ കോയമ്പുറത്ത് ഇപ്പോൾ ഒരു ഭദ്രകാളി ക്ഷേത്രം ഞാൻ പണിതാണ്. ഇന്നത്തെ കാലത്ത് 25 ലക്ഷം രൂപയ്ക്ക് ഒരു ഭദ്രകാളി ക്ഷേത്രം പണിതു. ഈ യക്ഷിക്കും ഈ അവിടുത്തെ ഭദ്രയ്ക്കും ഒക്കെ ആയിട്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഞാനിപ്പോൾ ഇത് ബാലു ഇങ്ങനെ ഒരു പടം എടുക്കുന്നു, ഈ യക്ഷിയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ യക്ഷി നമ്മളെ സഹായിക്കും എന്നത് കുഴപ്പമില്ല. യക്ഷിയല്ല, എന്ത് സഹായിക്കുന്നതിലും നീ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതണം, നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതണം. അതിൻ്റെ പ്രത്യേകിച്ച് അന്നത്തെ കാലമല്ലെന്ന് ഞാൻ വെള്ളി നക്ഷത്രമോ അല്ലെങ്കിൽ ആകാശഗംഗയോ, വെള്ളി നക്ഷത്രത്തിലും സൂപ്പർ സ്റ്റാറൊന്നുമില്ല, അന്ന് പൃഥ്വിരാജൊന്നും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല, ഇതൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഈ പടങ്ങൾക്കൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ. അതിന് നല്ലപോലെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് നന്നായിട്ട് വരിക. ബാലുവിൻ്റെയും രാജൻ്റെയും ഒക്കെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി വരട്ടെ. ഇതിൻ്റെ ഒരു വലിയ ആഘോഷത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ വരാം. അങ്ങനെ വലിയ ഹിറ്റാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷവും അഭിമാനവും കൂടി നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് അമലിൻ്റെ കാര്യം, ഒരു സിനിമാക്കാരൻ. അമല ആരാണെന്നല്ല ആലോചിച്ചത്. പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ ഈ പേര് തെറ്റി വിളിക്കണം, ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ബാലു ഇവരെ ഓർമ്മിച്ചിരിക്കുന്നില്ല. ബാലുവിനെ പരിചയപ്പെട്ടത് എന്തുകൊണ്ടാണ് ബാലുവിന്റെ പരിപാടികൾക്കും അല്ലെങ്കിൽ സിനിമയുടെ മോഹങ്ങൾക്കും ഒപ്പമൊക്കെ കൂടെ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലു ഒരു നല്ലൊരു മനുഷ്യനാണ്. കാരണം ഞാൻ പരിചയപ്പെട്ട സ്ഥലം ഒരു സിനിമാക്കാരനായിട്ടല്ല ബാലുവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആലപ്പുഴയിലുള്ള ഒരു ഡിവൈനബിലിറ്റി സെന്ററിൽ, ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്, ഡിവൈനബിലിറ്റി എന്നാണ് എന്നെ പറയാറുള്ളത്. ആ കുട്ടികളുടെ കൂടെ ഒരു ക്രിസ്മസിന് എന്നെ ക്ഷണിച്ചുകൊണ്ടാണ്, രാജൻചേട്ടനും ബാലുവിനെ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ രണ്ടുപേരെയും ഞാൻ കാണുന്നത്. ഈ പറയുന്ന ബാലു അവിടുത്തെ കുട്ടികളോട് കാണിച്ച സ്നേഹവും ആ കുട്ടികൾ ബാലുവോട് കാണിച്ച സ്നേഹമാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാലു വിളിക്കുന്ന എല്ലാ പരിപാടിയും ഞാൻ ഓടി വരുന്നത്. അതൊക്കെ സിനിമാക്കാരനല്ല, ഒരു നല്ല മനുഷ്യനായിട്ട് കണ്ടിട്ട് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ബാലു തഗ് എന്ന് പറയുന്ന സിനിമ ചെയ്തു. അതിൻ്റെ പ്രൊമോഷനും ബമ്പർശ്ശേരിയിൽ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു. ഈ പ്രൊജക്റ്റ് ഒരു പ്രത്യേകത തന്നെ, ഇത് അനൗൺസ് ചെയ്തത് ഞാനായിരുന്നു കേട്ടോ സാറേ. ഇതിന്റെ പ്രത്യേകത തന്നെ ബൂത്ത് എന്നല്ല, ഇതിന്റെ ബൂത്ത് എന്നാണ് ഇതിന്റെ ഒരു വരുന്നത്. ട്രയോളജിയിലാണ് 3 സിനിമ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് 3 പേരും, അതായത് ടൈറ്റിലും രജിസ്റ്റർ ചെയ്ത് 3 കഥകളും റെഡിയാക്കി ആർട്ടിസ്റ്റുകളെയും കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ പടം ഫസ്റ്റ് പാർട്ട് ഈ പറയുന്ന തെക്കിനി എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ എല്ലാവിധ ആശംസകളും ബാലുവിനുണ്ട്. ഇനി സാറ് പറഞ്ഞ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. സാറിവിടെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പണ്ടും ഞാൻ സാറിന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ നായകനാവണമെന്ന് എൻ്റെ ഉള്ളിൽ മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഒരാളോട് പറയാൻ പോലും പേടിയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു വിനയൻ സാർ. വിനയൻ സാറുണ്ടല്ലോ, എന്തെങ്കിലും ഞാൻ വരും. ഒരുപാട് ഞാൻ ശ്രമിച്ചിരുന്നു, ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നന്ദിയോടെ കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെ പടത്തിൽ അന്ന് കിട്ടിയില്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് എന്ന് പറയുന്ന എനിക്കൊരു ഷാഫി സാറിനെ പോലത്തെ ഒരാളുടെ ഇതിൽ തുടക്കം കുറിക്കാൻ പറ്റി, ഷാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വരയ്ക്കാൻ പറ്റി. ഇപ്പോൾ നിലവിൽ ശുക്രൻ എൻ്റെ 11ാമത്തെ ഹീറോ സിനിമയാണ്. അവർ ഈ പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള സാറടക്കമുള്ള ആളുകൾ പേര് പറയുന്നത് പോലും ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടെ കാണുന്നു. വലിയ നടന്മാരുണ്ടായിരുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവരുടെയൊക്കെ നടന്മാരുടെ പോസ്റ്റർ ഒട്ടിച്ച ആ മതിലിൽ നമ്മളുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് തന്നെ ജീവിതത്തിൽ വലിയ ഒരു കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ സാറ് പറഞ്ഞ വാക്ക് ഞാൻ അത് ശിരസാ വഹിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ ഒരു ഇരിപ്പിടം എന്ന് പറയുന്ന അതിലേക്ക് സാറിനത് പറ്റും. എന്തായാലും തെക്കിനിക്കും ഇതിൻ്റെ എല്ലാ ഓൾ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇവൻ അടുത്ത പടത്തിൽ എൻ്റെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പ്ലാവല കാണിച്ചിട്ടുണ്ട്, ആടിന് കാണിക്കുന്ന പോലെ. അതെന്താണെന്നുള്ളത് അവൻ തന്നെ പറയും. ഓക്കെ, താങ്ക് യു. സാധാരണ ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് വിനയൻ സാറ് മുമ്പിലിരിക്കുമ്പം
ചെറിയൊരു വിറവലുണ്ട്. ഞാൻ തന്നെ സാറിനോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിരുന്നത് കുഞ്ഞിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഹൊറർ സിനിമകളോടാണ്. ഞാൻ ആദ്യമായി കണ്ട ഹൊറർ സിനിമ ആകാശഗംഗയുമാണ്, പിന്നെ പറയണ്ടല്ലോ. അപ്പം ജഗതി ചേട്ടൻ, കൽപ്പന ചേച്ചി പോലുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഹ്യൂമർ കാണുമ്പോഴും ആ ഹൊറർ പോർഷൻ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു പേടിയുണ്ടാവും. അപ്പൊ ഞാൻ അമ്മയെ ഒന്ന് പിടിച്ചോണ്ടാണ് കാണുന്നത് അന്ന്. ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ അത് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ആ പാട്ടും പുതുമഴ, ഈ ഒരു പാട്ടുകൾക്ക് നമ്മൾ ഇങ്ങനെ കണക്ട് ആകുക എന്ന് പറയുന്നത് ഭയങ്കര, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കണക്ട് ആകുക എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. അതിനുശേഷം വെള്ളി നക്ഷത്രം വന്നു. ഇപ്പോഴും എനിക്ക് നമ്മുടെ കുട്ടിയുടെ സീരിയൽ കാണുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഇങ്ങനെ, എനിക്ക് ഭയങ്കര എന്താണ് ടച്ചിങ് ആണ്. ഇപ്പൊ കുട്ടി നമ്മുടെ കൂടെ ഇല്ല, അപ്പൊ അതോടെ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മളോട് ഇമോഷണൽ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ വിനയൻ സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ കരുമാടിക്കുട്ടൻ കണ്ടിട്ടുണ്ട്, വാസുദേവി ലക്ഷ്മി വിനായകൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്നും അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, വിനയൻ സാർ ഞങ്ങളുടെ അമ്പലപ്പുഴക്കാരനാണ് എന്ന് പറയുന്നത്. എന്റെ നാട്ടുകാരൻ എന്ന് പറയുന്നതിന് അതൊരു ഭയങ്കര ഒരു അഭിമാനമുണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, അമ്പലപ്പുഴയിലെ എല്ലാവർക്കും ആ ഒരു പ്രിവിലേജ് ഉണ്ട്. മലയാള സിനിമകളിൽ ഹൊററും ഹൊറർ കോമഡിയും ഇങ്ങനെയുള്ള പല ജോണറുകളും ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ഇന്ന് നമ്മള് VFX ഒക്കെ വരുന്ന ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന കാലത്തിന് മുമ്പ് തന്നെ നമ്മൾ അതിശയൻ പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. VFX കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് അത്ഭുതദ്വീപ് പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നെയൊക്കെ. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ ആളുടെ അടുത്ത് തന്നെയാണ് ആദ്യമേ ഞാൻ വിളിച്ചത്, വിനയൻ സാർ വരണം എന്ന് ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് സാർ എത്തിയത്. സാർ എന്ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഓടി എത്തിയത്. തീർന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് സാർ അവിടെ ഹെൽഡപ്പായി. എങ്കിലും ഞാൻ പറയാണ്, എനിക്ക് എന്താ പറയുക, അതായത് സിദ്ദിഖ് സാർ എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതിനിധി ഞാൻ പറയുന്നില്ല, ഇപ്പൊ സ്വന്തമായിട്ട് മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ട്, എങ്കിലും എനിക്ക് സിദ്ദിഖ് സാറിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഓറ കിട്ടുന്നുണ്ട് ഇപ്പോഴും. ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇനി അങ്ങോളം ഞാൻ ജീവനോടിരിക്കുന്ന കാലത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ സിനിമയുടെ ഭാവി എന്താവും അറിയാം, തഗ്ഗിൻ്റെ കാര്യം പറഞ്ഞത്, ഈ സിനിമയുടെ ഭാവി എന്താവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ബാലു സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ആളാണ്, സിനിമ ചെയ്യാൻ വേണ്ടി ജനിച്ച ആളാണ്. ഒരുപാട് ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ട് വന്ന ആളാണ് ചേട്ടാ. ഒട്ടും സപ്പോർട്ട് ഇല്ലാതെ വന്ന ഒരാളാണ്, ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ വന്നതാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നൊന്നുമല്ല, എങ്കിലും ഞങ്ങൾ കൂട്ടത്തോടൊന്ന് വെട്ടിക്കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു സാറിൻ്റെ ആ 2 വാക്കുകൾ. അപ്പൊ എനിക്ക് സാർ അടുത്ത് നിൽക്കുന്ന പോലെ ആ ഒരു ഓറ കിട്ടുന്നുണ്ട് ചേട്ടാ. അപ്പം ഞങ്ങള് കുറച്ച് മുമ്പ് തന്നെ ചേട്ടനെ വേദിയിലേക്ക് വിളിക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മളൊരു ഫാമിലി ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ കൂടുതൽ ഉറപ്പിക്കുന്നില്ല. കൊടുത്തേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൂജ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്കറിയില്ല, എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ സംസാരിക്കുന്നതാണ് ഒരു ഫംഗ്ഷൻ്റെ ഭംഗി. ഞാൻ എൻ്റെ ഫാദറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നതാണ്. നല്ല പൂജ, നല്ല പ്രൊമോ, കൺഗ്രാജുലേഷൻ ടീം, നന്നായിട്ടുണ്ട്. ഇപ്പോൾ വിനയൻ സാർ ഇല്ല, വിനയൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളായിരുന്നു. അപ്പോൾ അറിയാലോ, ആകാശഗംഗ കുഞ്ഞിലെ ആകാശഗംഗയിലെ പാട്ട് പോലും ഇത്രയും മനോഹരമായ പാട്ടാണെന്ന് അറിയുന്നത് ഒരു ടീനേജൊക്കെ ആയപ്പോഴാണ്. കാരണം കുഞ്ഞിലെ ആ പാട്ട് കേൾക്കുമ്പോഴേ ഓടും പേടിച്ചിട്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കൊന്നും ഇരിക്കുമ്പോൾ ആ പാട്ട് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ അത്ര മനോഹരമായ ഒരു ഹൊറർ മൂവി നമുക്ക് സമ്മാനിച്ച വിനയൻ സാറിൻ്റെ പിന്നെ വന്നൊരു വലിയ സക്സസ്ഫുൾ ആയ മൂവി വെള്ളി നക്ഷത്രം, അതിലെൻ്റെ ഫാദർ അഭിനയിച്ചിരുന്നു. അപ്പോൾ ചില ട്രോളുകളൊക്കെ വരാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൊറർ എന്ന് എൻ്റെ ഫാദറിൻ്റെ ഒരു കണ്ണായിരുന്നു. ഞാൻ നോക്കുമ്പോൾ TG രവി സാറിനും. അപ്പോൾ ബാലുവിൻ്റെ വിനയൻ സാറിൻ്റെ സിനിമകൾ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്ന ആ ഒരൊറ്റ ഇത് മതി നമുക്ക് മനസ്സിലാവും. ഇത് വലിയൊരു ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട്. ഞാൻ ലോകയുടെ ടീസർ വന്ന സമയത്ത് അറിഞ്ഞിരുന്നു അവരൊരു 5 പ്രോജക്റ്റായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ബാലും ഇതേപോലെ ഒരു വലിയൊരു യൂണിവേഴ്സ് കൊണ്ടുവരുന്നു. 3 സ്ക്രിപ്റ്റും കംപ്ലീറ്റ് ആയി ഒരു മനോഹരമായ ഒരു പ്രോജക്റ്റ് ഓൾറെഡി സെറ്റാക്കി വെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മൾ സിനിമയിലൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പടം ഹിറ്റായാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാമെന്ന് ആലോചിച്ച് നിർത്താതെ 3 സിനിമകളും സെറ്റ് ചെയ്ത് ഓൾറെഡി ഫസ്റ്റ് പടത്തിന് മുമ്പേ തന്നെ 3 സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം. ഇപ്പോൾ വിനയൻ സാറിൻ്റെ സിനിമകൾ ഇപ്പോൾ ബാലുവിനെ പോലെ ഒരാളെ ഇൻസ്പയർ ചെയ്ത് അത് ഇത്രയും വലിയൊരു യൂണിവേഴ്സ് എഴുതാൻ അത് സാധിച്ചെങ്കിൽ ഈ ബാലുയുടെ മൂവീസ് നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും
മൂവിയുടെ പ്രമോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ മൂവിയുടെ തെക്കിനി എന്ന് പറഞ്ഞ മൂവിയുടെ ഭാഗമാകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നന്ദി പറയേണ്ടതായിട്ട് രാജൻ സാർ, ബാലു സാർ, പിന്നെ ഈ മൂവിയുടെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ നന്ദി. പിന്നെ ഈ മൂവി അടിപൊളിയായിട്ട് വരുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.